ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. അതായത് ഫെബ്രുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ഫെബ്രുവരി മാസത്തിൽ തുലാക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. തുലാക്കൂറ് എന്ന് പറയുമ്പോൾ തന്നെ ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും കൂടി ചേരുന്ന തുലാ രാശി അല്ലെങ്കിൽ തുലാക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. 4-ാം ഇടത്തിൽ സൂര്യനും ബുധനും ആണ് സ്ഥിതി ചെയ്യുന്നത്. 5-ൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ശനി, 6-ൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ശനി, രാഹുവും ശുക്രനും, 8-ാം ഭാവത്തിൽ മാത്രം അനുകൂലമല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം, 9-ൽ ത്രികോണസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ, 12-ൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി. എന്നിരുന്നാലും കഴിഞ്ഞ ഈ ഫെബ്രുവരി മാസം എന്ന് പറയുമ്പോൾ തന്നെ 4-ൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാരണം ആദ്യത്തെ ഒരു 5-7 ദിവസങ്ങൾ അത്ര ഗുണകരമല്ല എന്ന് തന്നെ പറയാം. ഒരാഴ്ച, അതായത് ഫെബ്രുവരിയുടെ ആദ്യത്തെ വീക്ക് കഴിയുന്നതോടു കൂടിയിട്ട് ഇവർക്ക് ഗുണമേന്മയുള്ള സമയമായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ 1 വീക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും. അത് കഴിഞ്ഞാൽ പറഞ്ഞാൽ വളരെ ഗുണപരമായിട്ടുള്ള മേന്മകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഗുണകണ്ട്. ധനനഷ്ടങ്ങൾ കുറേയേറെയെല്ലാം പരിഹരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വഴക്കിട്ട് കഴിയുന്ന കുടുംബാംഗങ്ങളിലെല്ലാം സ്വസ്ഥത കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സന്താനങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുകയിൽ നിൽക്കുന്നവർക്കെല്ലാം കുറേയേറെ ആശ്വാസങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ധനസംബന്ധമായിട്ടുള്ള വിനിയോഗങ്ങൾ, തിരുമറികൾ നടത്തുന്നവർക്കും റൊട്ടേഷനെല്ലാം നടത്തുന്നവർക്കും ബിസിനസ് പരമായിട്ട് നീക്കുപോക്കുകൾ നടത്തുന്നവർക്കും വളരെ ചിട്ടയോട് കൂടിയിട്ട് ഒരു നിയന്ത്രിക്കാൻ പറ്റുന്നൊരു മാസമായിട്ട് ഈ മാസത്തിനെ കണക്കാക്കാം. ധനനഷ്ടം ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാവും, പാഴ്ചെലവുകൾ വന്നിട്ടുണ്ടാവും. അതിനെല്ലാം സംഭരിച്ച് വെക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വാക്കുകളാൽ ചില പ്രവർത്തനത്തിൽ വാക്കുകളാൽ ചില അബദ്ധങ്ങൾ പറ്റിയത് തിരുത്തുവാനുള്ള ഒരു സമയം കൂടിയായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. സഹായ സ്ഥാനം പൊതുവെ ക്ലിയറായിട്ട് കാണുന്നുണ്ട്, അതിന് ദോഷമില്ല. അതുപോലെ തന്നെ ദേഹസംബന്ധമായിട്ടുള്ള ചില ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം വരുവാനുള്ള സാധ്യത കുറച്ച് കൂടുതലായിട്ട് കാണും മാസാവസാന കാലം എന്ന് തന്നെ പറയാം. ആ ഉഷ്ണ സംബന്ധമായിട്ടുള്ള ഇതിനെ തീവ്രമായിട്ട് ചെറുത്ത് നിൽക്കാനുള്ള ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ തണുത്ത പാനീയങ്ങളെല്ലാം കഴിക്കുന്നത് മൂലം അതിന് ചെറുത്ത് നിൽക്കാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ട് കുറേയേറെ ആശ്വാസങ്ങൾ കിട്ടുന്ന ഭാഗമാണ്. കടബാധയിൽ നിന്ന് തന്നെ കുറേയേറെ വിട്ടുവീഴ്ചകളും മറ്റുള്ള കാര്യങ്ങളും ചെയ്തു വരുവാൻ മറ്റുള്ളവർ സഹായിക്കും എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ കടം കൊടുത്തവർ തിരിച്ച് ചോദിക്കുന്നതിൽ സാവകാശം നേരിടാം എന്ന് പറയുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാവും. പക്ഷേ മാസ അവസാനത്തോടുകൂടി അതെല്ലാം മാറി വരുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുപോലെ തന്നെ രോഗസംബന്ധമായിട്ടുള്ള മേഖലയിലല്ല, രോഗസംബന്ധമായിട്ട് കഴിയുന്നവർക്കെല്ലാം ചികിത്സാ വിധികൾ പ്രകാരം തന്നെ അവർക്ക് ഗുണങ്ങൾ കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സയൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ വർക്ക് ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ള ഒരു അനുഭവമാണ് കാണുന്നത്. കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മെഡിക്കൽ ആയിക്കോട്ടെ, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള ഇതെല്ലാം കാണുന്നു. അതുപോലെ സേനാധിപത്യം വഹിക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് യൂണിഫോം സംബന്ധമായിട്ടുള്ള, അതായത് എല്ലാ യൂണിഫോം പറയുമ്പോൾ പലവിധ മേഖലകളിൽ പെടുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള സേവനം അനുഷ്ഠിക്കേണ്ട ഒരു ഇതാണ് കാണുന്നത്. സേനാധിപത്യം വഹിക്കുന്ന എല്ലാവർക്കും, പോലീസ് അധികാരികൾ തൊട്ട് മിലിറ്ററിമാർക്കും, അതുപോലെ തന്നെ വിമാന സർവീസ് നടത്തുന്ന ആളുകൾക്കും, അതിനോടനുബന്ധിച്ച് എയർപോർട്ട് സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും, സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കും, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പെട്ടിരിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ളൊരു മാസമായിട്ടാണ് ഈ മാസത്തെ കണക്കാക്കേണ്ടത്. ചെറിയ ചെറിയ ദോഷങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതിന് ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്താൽ മതി. വ്യാഴപ്രീതി, ഗുരുവായൂർ ദർശനം, അല്ലെങ്കിൽ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രം, പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങൾ, മഹാവിഷ്ണു സംബന്ധമായിട്ട് പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക മാത്രമല്ല അവിടെ പറ്റാവുന്ന യഥാശക്തി വഴിപാടുകൾ നടത്തുക. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു സഹസ്രനാമാർച്ചന മാത്രം നടത്തുക. അല്ലെങ്കിൽ അവിടുത്തെ യഥാവിധി പ്രകാരം ആ അമ്പലത്തിൽ ഏതാണോ പ്രത്യേക വഴിപാട്, അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് ഇഷ്ടപ്പെട്ട വഴിപാട്, ശ്രീകൃഷ്ണന് ഇഷ്ടപ്പെട്ട വഴിപാട്, ശ്രീരാമന് ഇഷ്ടപ്പെട്ട വഴിപാട്, അങ്ങനെയുള്ള വഴിപാടുകൾ നടത്തുന്നത് മൂലം കുറച്ചൊരു ആയാസം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഗണപതിക്ക് ഒരു കറുകമാല നടത്തുന്നത് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. വ്യയം പറഞ്ഞാൽ ചെലവിന് ചുരുക്കുവാൻ അത് സഹായിക്കും എന്ന് തന്നെ പറയാം. സയൻസ് സംബന്ധമായിട്ടുള്ള, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരും, ഗവേഷണ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെ കാണുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണമേന്മ വരുവാനുള്ള സാധ്യത ഈ മാസം അവസാനത്തോടുകൂടി കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള ചെറിയ തർക്ക വിഷയങ്ങളെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അതെല്ലാം പരിഹരിച്ച് വരുവാനുള്ള സാധ്യതയും സാമർഥ്യം ഇവർക്ക് ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പരിഹാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പരിഹാരം ചെയ്യുന്നത് പോലെ അതിനെല്ലാം സമാധാനം കിട്ടും എന്ന് തന്നെ പറയാം.
അതുകൂടാതെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യത ഈ മാസാവസാനത്തോടുകൂടി കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ കർമ്മ മേഖല, തൊഴിൽ മേഖല പുരോഗമന പാതയിൽ എത്തുവാൻ ഈ മാസം വരെ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ധൃതി പിടിച്ചിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കരുത്. അതായത് പെട്ടെന്നുള്ളൊരു തീരുമാനം ആലോചിച്ച് പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞത്. എന്ത് കാര്യങ്ങളും പൊതു ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, സന്താനങ്ങളെ പറ്റിയുള്ള സാധനങ്ങളിൽ ആലോചിച്ച് പ്രവർത്തിച്ച് വരിക. അതായത് പെട്ടെന്ന് എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത്. അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല, വളരെ ജാഗ്രത പുലർത്തണം എന്ന് വേണം പറയുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ നക്ഷത്രവശാൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ പരിഹാരങ്ങളുണ്ട്. ചിത്ര നക്ഷത്രത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, ഭാഗ്യസൂക്തം എന്നിവ നടത്തുക. അതുകൂടാതെ ചോതി നക്ഷത്രക്കാർക്ക് നാഗത്തിങ്കിൽ 100 പാല് നടത്തുക. വിശാഖ നക്ഷത്രക്കാർക്കാണെങ്കിൽ മഹാവിഷ്ണു നേരത്തെ പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ നടത്തുക. നടത്തുന്ന പക്ഷം ആ നക്ഷത്രവശാലുള്ള ദോഷങ്ങൾ കൂടി മാറ്റി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. നമസ്കാരം.